ബിബി ഹാപ്പിയാണോ? പിന്നെ ബിബി ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെ വേണ്ടത്. കാണണ്ടേ? നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലേ? എന്തോ മാറ്റി വെച്ച കളിയാ. നീ പറയുന്ന പോയത് അത് തന്നെ പറഞ്ഞു. അത് ചേട്ടൻ അറിയാം. അത് കുഴപ്പമില്ല പറഞ്ഞു. ചേട്ടൻ മുന്നാട്ടെ തുടങ്ങാം. സ്റ്റാർട്ട്. കത്തി, കടാര, കടാര. കുറച്ച് സമയം എടുത്തിട്ട് പറയുന്നത്. ഫഹദിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ. എങ്ങനെ ഇരിക്കണം? ആവേശം കണ്ട ആ ഒരു ആവേശത്തില് ആൾക്കാര് തിയേറ്റർ പൊളിച്ചു എന്നൊക്കെ കേട്ടു. ചേട്ടന്റെ നാടല്ലേ അത്? എന്താ തോന്നുന്നത്? കാണിച്ചപ്പോയിരിക്കൂലേ? എല്ലാരും എക്സൈറ്റഡ് ആയ മറ്റൊരു വ്യക്തി കൂടി സിനിമയിലുണ്ടായിരുന്നു. ആരാ? നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ. ആക്ച്വലി ഞാനാണെങ്കിൽ ഇത് ഹിപ്സ്റ്ററിന്റെ അടുത്ത് പറയാനായിട്ട് 2 പിക്കപ്പ് ലൈൻ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്. Could you give me an autograph? But on a marriage certificate. എന്തിനു പറയുന്നു? ഈ കടട ഇനി ഊരുന്നില്ല. നിങ്ങൾ എന്നെ വട്ടത്തിലിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നത്. ഒരിക്കലും ഇതിപ്പോ ആരോടാ ചോദിക്കുന്ന അറിയാൻ പറ്റില്ല. എന്റെ ഷോയുടെ പേര് ഓൺ എയർ വിത്ത് മീനാക്ഷി എന്നാണ്. മീനാക്ഷി ഓണാർന്നായിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. സോ ഇന്ന് ഓൺ എയറിൽ നമ്മുടെ ഗസ്റ്റുകളായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ തിയേറ്റേഴ്സിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആവേശം സിനിമയിലെ നമ്മുടെ സ്വന്തം ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. ആൻഡ് ഡയറക്ടർ ജിത്തു ചേട്ടൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ രംഗണ്ണന്റെ പിള്ളേരും ഡയറക്ടറുമാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലേ. അപ്പോൾ വെൽക്കം ടു ഓൺ എയർ. അപ്പോൾ സിനിമ ഇപ്പം ഭയങ്കര തകർത്ത് ഓടിക്കൊണ്ടിരിക്കുക. ചേട്ടൻ ഇതിനു മുമ്പ് ഏതോ ഒരു പ്രസ് മീറ്റിലാണോ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചതാണ്, ഇത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവർക്ക് പെടാത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന്. ആക്ച്വലി സംഭവം തിയേറ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സോ ഷുവർ ആയിരുന്നു പടം എന്തായാലും ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുന്നു. പടം നന്നാവുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അത് എത്ര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നുള്ളതൊന്നും അറിയില്ല. ഇതിനകത്ത് ഇവരുടെ എല്ലാവരുടെയും കാസ്റ്റിംഗ് ഭയങ്കര അടിപൊളിയാട്ടോ ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഹാറ്റ്സ് ഓഫ് പറയാണ്. ആൻഡ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതലൊരു ആകാംക്ഷ ഉണ്ടായിരുന്നത് ഫാഫേന്റെ ചെറുപ്പകാലത്തെ പറ്റി പറയില്ല, രംഗണ്ണന്റെ പഴയ കാലത്തെ പറ്റി പറയുമ്പോൾ അത് ആര് ചെയ്യും? കാരണം അത് അതേമാതിരി ലുക്ക് വേണം, ആ ഒരു പ്രായം വേണം. അപ്പൊ ഇതാര് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ ഉള്ളിലുണ്ട്. കാരണം ആദ്യം ഫേസ് അങ്ങനെ കാണിക്കണ്ടല്ലോ, ഇതാരാ നോക്കിയപ്പോഴത്തേക്ക് മൂപ്പര് തന്നെ ചെയ്തിട്ടുള്ളത്. അത് ആ മുടിയൊക്കെ വെട്ടി അത്യാവശ്യം ഒന്ന് ട്രിമ്മൊക്കെ ചെയ്തിട്ട് കോസ്റ്റ്യൂമൊക്കെ മൊത്തത്തിൽ കെട്ടപ്പേ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ അനിയൻ ഇത് കണ്ടിട്ട് അതേപോലെ പോയിട്ട് മുടിയൊക്കെ കെട്ടി ഞാൻ സജണ്ട് അയച്ചെന്നില്ല വീഡിയോ. അപ്പൊ ആൾക്കാർക്ക് അതും ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഡിസിഷൻ എത്തിയത്? ഇത് ഫഹദ് തന്നെ ഈ ചെറുപ്പകാലം ചെയ്യുന്നുള്ളത്? അല്ല, അതിൽ ഡൗട്ടൊന്നുമില്ല. ചെറുപ്പകാലം ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും ഫഹദ് തന്നെ ചെയ്യണമെന്നുള്ളതായിരുന്നു. അതിന്റെ ലുക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ പോയത്. ഷൂട്ട് ചെയ്യുന്നത് തൊട്ട് മുന്നെയാണ് തീരുമാനിച്ചത് ഇങ്ങനെയാണ്. വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? അപ്പൊ പല പല ലുക്കിൽ മാറിയാണ് വന്നത്. ഇത് ആക്ച്വലി ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം. കാരണം 20 വയസ്സുള്ള ആ ഒരു 20s ഒരു പയ്യനെ ഞാൻ കാണിക്കേണ്ടത്. അപ്പം ഫഹദിനോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അതൊരു ചാലഞ്ചിങ് ആയിട്ടാണോ അതോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായിരുന്നു മൂപ്പരുടെ റിയാക്ഷൻ? എന്തായാലും ചലഞ്ച് ഏറ്റെടുത്ത് ഇറങ്ങിയതാണ്. അപ്പൊ എന്തും ചെയ്യാം എന്നുള്ള മൂഡിൽ തന്നെ ആയിരുന്നു വന്നത്. പടത്തില് ഭയങ്കര എന്താ പറയാ, ഒന്നിനും നോ ഇല്ല, എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫഹദ് ഈ സിനിമയിലേക്ക് വന്നത്, അപ്രോച്ച് ചെയ്തത്. അടിപൊളി. ആ ഒരു ചലഞ്ചിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോഴേ ആക്ച്വലി ഫാഫേനെ ഇതേമാതിരി ഒരു കോമഡി ഗാങ്സ്റ്ററിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മള് പണക്കാരനായിട്ട് കണ്ടിട്ടുണ്ട്, പാവപ്പെട്ടവനായിട്ട് കണ്ടിട്ടുണ്ട്, സൈക്കോ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഗാങ്സ്റ്റർ സംഭവം അല്ല. എങ്ങനെയാണ് ഇപ്പൊ രംഗൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫഹദിനെ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടായത്? ഇത് ഞാൻ പറഞ്ഞു തേഞ്ഞതാണ് എങ്കിലും അതായത് ഈ ഒരു ജോണർ മൂപ്പരിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു കഥ ഞാൻ ഉണ്ടാക്കിയ അൻവർ അടുത്ത് പോയി പറഞ്ഞു. പുള്ളിയുടെ തന്നെ ആദ്യം പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇത് ഫഹദ് ചെയ്യുന്നു, ഫഹദ് ചെയ്യാം, ഫഹദിനോട് പറഞ്ഞു നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഫഹദിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. പുള്ളി ഇന്നായി.
അങ്ങനെയാണ് അത് ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു കൊറേ ഇന്റർവ്യൂല് തന്നെ പറഞ്ഞ ചേട്ടന് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവുന്നല്ലേ. എനിക്ക് ഭയങ്കര മടുപ്പ്. എനിക്ക് ആക്ച്വലി അതിനകത്ത് ആ ചെറുപ്പകാലം കുറച്ചുകൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. ആ ഒരു ലുക്കില് ഫഹദിന്റെ ഒരു റൊമാൻറ്റിക് പടമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? ഞാനത് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. റൊമാൻറ്റിക് അല്ല, ത്രൂ ഔട്ട് ഫിലിം ലുക്കില് ഇതിന്റെ ബാക്കിയായിട്ട് അതിന്റെ ഒരു പാസ്റ്റ് ആ ലുക്കില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ശരിയാണ്. എനിക്ക് ചിലപ്പോ ഒരു റൊമാൻറ്റിക് സാധനം ഒക്കെ മനസ്സിൽ വന്ന് ഇങ്ങനെ വന്നിട്ട് റൊമാൻറ്റിക്കോ പിന്നെന്താ ഒരു കോളേജ് ആക്ഷൻ പടത്തിൽ കുറച്ച് ഓരോരുത്തർ ടേസ്റ്റിലാണ്. പിന്നെ അങ്ങനെ മുടി വെട്ടാം റൊമാൻസ് തോന്നുമെങ്കിൽ. എന്തായാലും നിങ്ങളുടെ സിനിമേന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധനം ഡംഷറാട്സ് വെറൈറ്റി എന്റെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഷിറ്റ്സ് ആയിട്ട് വെറൈറ്റി ഗെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾ 3 ടീം, നിങ്ങൾ 3 ടീം. അപ്പൊ ഞാനാണോ? 3 ടീം, ഞങ്ങള് 3 ടീം, ഇവര് 3 പേര് ടീം. അതായത് സഞ്ജാന്റെ അവിടെ നിന്ന് ഒരു ടീം, ഇവിടെ ജിത്തുചേട്ടന്റെ ഇവിടെ നിന്ന് നിങ്ങളൊരു ടീം. തുടങ്ങാം. ഓക്കെ. അപ്പം നിങ്ങൾ 2 ആളാണ് കേട്ടോ ക്യാപ്റ്റൻ. ജിത്തുചേട്ടൻ സഞ്ജാനാണ് ക്യാപ്റ്റൻ. അല്ല, അത് നിങ്ങൾ തീരുമാനിക്കും ആര് ചെയ്യും, ആര് ലൈക്ക് പറയണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഓൾസോ സിനിമയിലെ മാതിരി തന്നെ ശിക്ഷയുണ്ട്. വെട്ടാൻ വാക്കത്തി ഒന്നുമില്ല, പേടിക്കണ്ട. ഒരു ഇടി, ചെറിയൊരു ഇടി. അടിക്കുന്നത് ഞങ്ങള് സ്ഥിരം കൊള്ളാറുണ്ടായിരുന്നു. പതുക്കെയായിരിക്കും ഇടിയുന്നത്, പക്ഷെ ആ കൈയുടെ വെയിറ്റ് നമ്മുടെ നെഞ്ചത്തായിരിക്കും. അല്ല, വെട്ടാന്നല്ലേ? വെട്ടാന്നല്ലെന്ന് തോന്നുന്നു. വെട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ആദ്യം ഈ ടീമിന് കൊടുക്കാം. ഇതെങ്ങനെയാണ് ഇവിടെ ചെയ്തത്? വായിക്കേ. എല്ലാരും വായിച്ചു കഴിഞ്ഞാൽ അല്ല, നിങ്ങളാണ് പറയേണ്ടത്. ഈ കളിയറിയില്ല. സ്വന്തം ടീമിനെ കാണിച്ച് മനസ്സിലാക്കണം, അതാണ് കളി. അല്ല, നിങ്ങൾ ആ ടീമിനെ കാണിച്ച് മനസ്സിലാക്കണം. ആ ടീമിനെ മനസ്സിലായാലും ഞങ്ങള് നോക്കൂലേ? നമ്മള് മനസ്സിലാവാതിരുന്നാ മനസ്സിലായിട്ട് മനസ്സിലാകാതിരുന്നാലോ? അല്ല, ജിത്തു ചേട്ടാ പറയുന്ന പോലെ അവനാണ് ചെയ്യണ്ടല്ലേ? നിങ്ങള് സ്വിച്ച് കാണണ്ടേ? നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല അതിങ്ങനെ വെച്ചാൽ എനിക്ക് കാണാടാ. അല്ല, ഇതിപ്പോ ഞങ്ങളെ കാണിക്കണ്ട, നമ്മളെയാണ് കാണിച്ചു തരേണ്ടേ. അത് ഇങ്ങോട്ട് അല്ല, എളുപ്പമാകും. ആക്ച്വലി ഞങ്ങളെ കാണിക്കണത് നമ്മള് വേറെ ടീമല്ലേ. ടീമിനെ നല്ലത് നിങ്ങള് ചെയ്യിപ്പിച്ചാ പോലെ നല്ലത്. മലയാളം വലിയ വാക്കാണോ? ഓരോരുത്തർക്കും ഓരോന്ന്. ചെറിയ വാക്ക്. ചപ്പാത്തി. ഒന്നാമത്തെ വാക്ക് അല്ല, ഇത് ഓരോരുത്തരും പോയിട്ട് കളിച്ചത്. അടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തോ? ഇവിടെ തന്നെ ഇരുന്ന് ചെയ്താൽ കിട്ടൂലേ? ഇല്ലടാ, നമുക്ക് കാണാം. 2 വാക്ക്, 2 അക്ഷരം, 2 22 ഫീമെയിൽ കോട്ടയം. പെട്ടെന്ന് പറയുന്നുണ്ട്. ആർക്കും ഇടിയും വെട്ടും കുത്തൊന്നും കിട്ടുന്നില്ല. നമുക്ക് എന്തോ ടഫ് വെച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് മൈക്കൂരുണ്ടോ? 3 വാക്ക്. ആദ്യത്തെ 3 അക്ഷരാണോ? മൂന്നാമത്തെ വാക്ക് 3 അക്ഷരം. കാത്. ഇവരെല്ലാരും എന്റെ അടുത്ത് ഭയങ്കര ടഫാണ്. ഡിഗ്രി എടുത്തവരാ. ആണോ? ശരിയാട്ടോ, ആയിരം ചാൻസ് നോക്കട്ടെ എങ്ങനെ. ചീഞ്ഞോളിയാ സിമ്പിൾ കഴിഞ്ഞല്ലേ? അതെ, വേറെ കളിയുണ്ട്, വേറൊരു ഗെയിം എന്തോ മാറ്റി വെച്ച കളിയാ. ഇതിലിപ്പോ ചേട്ടനും ചേട്ടൻ ഞാൻ ഇപ്പൊ ഒരു സിനിമ തരട്ടെ. എനിക്ക് ചെയ്യണ്ട, ഞങ്ങൾ സന്തോഷമുള്ളൂ.
ഞങ്ങൾ എന്നിട്ട് പറയാം ഞാൻ പറഞ്ഞു കൊടുക്കാം ഏത് പറയണം നമുക്കാർക്കും അറിയത്തില്ല ചേട്ടൻ പറഞ്ഞു നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അല്ല ഇവ കണ്ടുപിടിക്കണ്ട. അയ്യോ അപ്പൊ ചേട്ടൻ കണ്ടുപിടിക്കും. എന്നാ ഒരു കാര്യം രണ്ടുപേരും കേട്ടല്ലോ. ചേട്ടാ അവൻ പറഞ്ഞല്ലാതെ വേറൊരു സാധനം പറ. നീ പറയുന്ന പോയത് നീ അത് തന്നാ പറ. അത് തന്നെ പറഞ്ഞു. അത് ചേട്ടൻ അറിയാം. അത് കുഴപ്പമില്ല പറഞ്ഞു. ചേട്ടൻ മുന്നായിട്ട് ആരെങ്കിലും പറ. ചേട്ടൻ അയ്യോ വേറെ സിനിമ ഉണ്ടോ? തുടങ്ങാം. സ്റ്റാർട്ട്. അത് പറഞ്ഞോ. അതാണ് മലയാളം പടം. ആ പഴയതാണോ? അല്ല വായ തുറക്കാൻ പാടില്ല അല്ലേ? ഇല്ല. ഫേമസ് പടമാണോ? ഭയങ്കര ഹിറ്റ് പടമാണോ? ഓക്കെ. മമ്മൂക്ക, മോഹൻലാൽ, അഭിനയിച്ച ലാലേട്ടൻ. ആരാണെന്നും കൂടെ പറഞ്ഞു. കിട്ടിയില്ല. അഭിനയിച്ച ആരാണെന്നും കൂടെ പറഞ്ഞു. അത് പറയണോ? അവസാനത്തെ വാക്കെന്തായിരുന്നു? ഓക്കെ ഞാൻ പറഞ്ഞോ. അതെ കണ്ടിട്ടുള്ള പടമാണോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷെ മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ. അതൊക്കെ വിട്, ഞാൻ അഭിനയിച്ചിട്ട് കാണിക്കാം. ഓക്കെ. 3 വാക്ക്. നടുക്ക് രണ്ടാമത്തെ വാക്ക്. കുത്തി. കത്തി. കടാര. ആ കടാര. കടന്ന് കടോരുമയുണ്ടല്ലോ. കുറച്ച് സമയം എടുത്തിട്ട് പറയുന്നത് അതാണ് കഴിച്ചിട്ട് കഴിവ് കൂടി പോയി. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഡംഷറാജന്റെ അത് കഴിഞ്ഞിരിക്കുന്നു. നമ്മള് അല്ലേ എല്ലാരും ജയിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവരെ ടീമായിട്ട് വെച്ചിട്ട് ഒരു വെട്ടും കുത്തൊക്കെ ആക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇവര് ടീമായിട്ടല്ല, സിംഗിൾ ആയിട്ട് കളിച്ച് എന്തായാലും ജയിച്ചിരിക്കുകയാണ്. ഹിപ്സറിലേക്ക് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ. ഇവന്റെ ഫോൺ ഹാങ് ആയല്ലോ, ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇന്റർവ്യൂ ക്യാൻസൽ. ആ ഓക്കെ. അപ്പം ഞാൻ ഇനി എന്തായാലും അമ്പാൻ ചേട്ടനിലേക്ക് വരാണ്. അമ്പാൻ ചേട്ടൻ, എനിക്ക് ഇത് സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഫഹദിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ. എന്താ പേര് പുള്ളിയുടെ ക്യാരക്ടർ? അമ്പാടി എന്ന് അതിന്റെ ഇടയിൽ ആദ്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് കേട്ടായിരിക്കും. അപ്പൊ അമ്പാൻ പറയുന്ന ക്യാരക്ടർ. അപ്പം എന്തായിരുന്നു തോന്നിയത്? ഇത് ഫഹദിനെ മാതിരി ഒരു നടന്റെ ഒപ്പം ഇത്രയും ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്ത് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തപ്പോ വാട്ട് ഡിഡ് യു ഫീൽ? സന്തോഷം. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയില്ലേ? ഭയങ്കര ഇതുവരെയായിട്ടും ഞാൻ ചെയ്യാത്തൊരു പരിപാടി പോലെ തോന്നിയില്ലേ? മുൻപ് ഞാൻ ചെയ്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. രോമാഞ്ചത്തിലാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. പുള്ളിയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എന്റെ ഫേവറേറ്റ് ആക്ടറാണ് മലയാളത്തില്. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോ ഇതിപ്പോ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പൊ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ജിത്തു തന്ന ഒരു ഫ്രീഡം, ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആൾക്കാരെ സ്വീകരിച്ച് ഒരു സന്തോഷം. ശരിയാ. ആക്ച്വലി മറ്റേ മാതാ തിയേറ്ററിൽ ആവേശം കണ്ട ആ ഒരു ആവേശത്തില് ആൾക്കാര് തിയേറ്റർ പൊളിച്ചു എന്നൊക്കെ കേട്ടു. കുറച്ച് കസേരകള് 3 കസേര പോയല്ലേ? 3 സീറ്റ് എങ്ങനെ പൊളിച്ചെന്നറിയാൻ ചവിട്ടി പൊളിച്ചതായിരിക്കും, അല്ലാതെ അറിയാതെ പറ്റിയതായിരിക്കും. സിനിമ കണ്ടൊരു ആവേശത്തിൽ അല്ലേ? ചേട്ടന്റെ നാടല്ലേ അത്? എന്താ എന്നെ തോന്നുന്നത്? കാണിച്ചപ്പോയിരിക്കൂലേ? അവിടുത്തെ തിയേറ്റർ ഓണർ പറഞ്ഞാണ്. അപ്പം എന്തായാലും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ഒരു സ്റ്റാർ ആയിട്ടാണ് ഇപ്പൊ നാട്ടിലൊക്കെ ഉള്ളതല്ലേ? നാട്ടിലൊക്കെ എന്താ പറയുന്നത് ഇപ്പൊ? നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ കാലുകുത്തിയിട്ടില്ല. നാട്ടിൽ കാണാൻ കിട്ടിയിട്ടില്ല. റിലീസിന് 2 ദിവസം മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയതാ. പിന്നെ പോകണ്ടോന്നിട്ടില്ല. ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ്. എല്ലാവരും പടം കാണുന്നുണ്ട്. നാട്ടുകാരൊക്കെ അഭിപ്രായങ്ങൾ വീട്ടുകാരോട് പറയുന്നുണ്ട്. എല്ലാവരും ഏറ്റെടുത്ത് അടിപൊളി. ജിതിച്ചേട്ടാ, അതേപോലെ തന്നെ മൂപ്പർക്ക് ഒരു ബ്രൗൺ ജാക്കറ്റ് അതിനകത്ത് ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. ഈ ജാക്കറ്റ് പോലെ തന്നെ ഒരു ബ്രൗൺ ജാക്കറ്റ് രോമാഞ്ചത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നത് എന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് അതിന്റെ പുറകിലുണ്ടോ? പക്ഷെ ഒരു ബ്രൗൺ ജാക്കറ്റ് ഒരു വീക്ക്നെസ് പോലെ എനിക്ക് തോന്നിയിരുന്നു. വീക്ക്നെസ് ആയിരിക്കും. രോമാഞ്ചത്തിൽ അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. ഇവിടെ മറ്റേ പഫൊക്കെ ഉള്ള ജാക്കറ്റ് വേണം എന്നുള്ളത്. എന്നിട്ട് അത് കിട്ടാത്തതുകൊണ്ട് മഷർ അത് തയ്ച്ചൊക്കെ എടുത്തുണ്ടാക്കുക ചെയ്തത്. ഇതിൽ അങ്ങനെയല്ലേ, ഇവിടെ ഒരു ജാക്കറ്റ് വേണം എന്നുള്ളതായിരുന്നു. ബ്ലാക്ക് അല്ലാതെ, കാരണം രംഗ വൈറ്റ് ആണ്. അപ്പൊ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ പിടിക്കാതെ വേറെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വേണം എന്നുള്ളൊരു
അതിലാണ് ക്രൗണിലേക്ക് വന്നത്. ഓക്കെ. ഈ രോമാഞ്ചത്തിനകത്ത് ചെമ്പൻ ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇതും അതേപോലെ ഒരു കണ്ണടിക്ക ഗുണ്ടയാണ് അതിനകത്ത്. അതും ഈ രംഗയും തമ്മിൽ ലൈക്ക് ആ ഒരു പ്ലേസ്മെന്റിനെ പറ്റിയിട്ട് എന്തോ ഇത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പം ഫ്രഷ് ആണ്, ഞാനിപ്പോ 17ാമത്തെ പ്രാവശ്യം പറയുന്നത്. എന്നാലും എന്താ സംഭവം എന്ന് വെച്ചത്, ഞാൻ ചെമ്മൻ ചേട്ടൻ ആക്ച്വലി നറേറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് കൊടുത്ത നറേഷനിലുള്ള, അതായത് ഈ ശരിക്കും രോമാഞ്ചത്തിൽ അത് ശരിക്കും ഒരാൾക്ക് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് നമുക്ക് അതിലെ ഹ്യൂമറിന് ഒരു എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു ഗ്യാങ്സ്റ്ററുടെ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നത്. അപ്പം കർണാടകയിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ഗ്യാങ്സ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ലുക്കും ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് കൊടുത്തതാണ്, അല്ലാതെ അതൊരു രംഗയല്ല. രംഗ ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. ചെറിയൊരു ഔട്ട്ലൈൻ അതൊരു ഗ്യാങ്സ്റ്റർ ആണെന്നുള്ളൊരു ആ ഒരു സിമിലാരിറ്റിയാണ്. കേരളത്തില് ആക്ച്വലി ആവേശം കണ്ടപ്പം ഫഹദിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാരും കൈയടിച്ച പോലെ തന്നെ എല്ലാരും എക്സൈറ്റഡ് ആയ മറ്റൊരു വ്യക്തി കൂടി സിനിമയിൽ ഉണ്ടായിരുന്നു. ആരാ അത്? നിങ്ങളെന്നെ പറഞ്ഞോളൂ. നമ്മളെ സ്വന്തം ഹിപ്സ്റ്റർ. ആക്ച്വലി ഈ സിനിമ കണ്ടിറങ്ങി ഹിപ്സ്റ്റർ ഇങ്ങനെ ഒന്നും പറയില്ല, സന്തോഷം പറഞ്ഞിട്ട് ഇങ്ങനെ നീങ്ങുമായിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ അടിയിലുള്ള ഒരു കമന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ വായിക്കണം. വീഡിയോ ഇതെന്ന് എന്റെ ഫോണിൽ ഹാങ് ആവുന്നേ. ഇത് വേണ്ടെന്നാണ് വിശ്വഗുണം. ഞാൻ കമന്റ് കിട്ടി. ഓക്കെ, യു ഹാവ് ടു റീഡ് ദിസ്. വായിക്ക് ഉറക്കെ വായിക്ക്. ഇതിൽ ഏത് കമന്റാ? ആ താഴെയുള്ള ഉറക്കെ. കർത്താവ് ഇത്ര പാവമാണോ, ഇപ്പൊ ഒമേകൾ കാണിക്കുന്ന കോഴിത്തരം മാത്രമേ ഉള്ളൂ, അല്ലെ ആൾ ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ അതിനകത്ത് പറയാം അതൊക്കെ അവന്റെ ആക്ടിങ് ആണെന്ന് ഒരാൾ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു യു ഹാവ് ടു സേ? സത്യമാണ്. കാരണം നമ്മൾ നോർമലി സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്രീനും എൻഗേജിങ് ആവത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓവറായിട്ട് എന്തെങ്കിലും കാണിച്ചാലേ ഒരു 4 പേര് വരത്തുള്ളൂ. എന്നാണ് അവിടെ കാണിക്കുന്നത്. അല്ല, അപ്പൊ ശരിക്കും ഒരു ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആണോ? എനിക്കൊരു കംഫോർട്ട് സോൺ ഉണ്ട്. ആ ഒരു കംഫോർട്ട് സോണിലുള്ളവർക്ക് ഞാൻ അധികമായിട്ട് സംസാരിക്കും. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആണല്ലേ? അതുപോലെ തന്നെ മുന്നേ ഇവിടെ ഇരുന്ന് ഫാഷൻ അല്ല, അധികം ചോദ്യങ്ങൾ വരൂലല്ലോ. അല്ല, എനിക്കൊരു കംഫർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ അതിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പുതുതായിട്ടൊക്കെ ഭയങ്കര പേടിയാണ്. പേടിയോ? എന്നെ പേടിക്കണ്ട. ഞാനാണെങ്കിൽ ഇത് ഹിപ്സ്റ്ററിന്റെ അടുത്ത് പറയാനായിട്ട് 2 പിക്കപ്പ് ലൈൻ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതുവരെ ഞാൻ ഒരു എങ്ങും പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫിൽ പോലും ഞാൻ പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളും പറഞ്ഞിട്ടില്ല. നമുക്ക് ഭയങ്കര ചളിയായിട്ട് തോന്നുന്നുണ്ട് പിക്കപ്പ് ലൈൻ ഒക്കെ പഠിച്ചു വന്നത്. അവൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. ആണല്ലേ? എന്നാ വേണ്ട, ഞാൻ പറയുന്നില്ല. നല്ല ദോഷം. എന്നാണ് കഷ്ടമാണ് ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചു. ഞാൻ പറയുന്നില്ല, പ്ലീസ് പറയൂ. വേണ്ട, ജിത്തുചാട്ടന് താല്പര്യമില്ല, ഞാൻ പറയുന്നില്ല. പറയാനാണോ? അല്ല, ഹിപ്സ്റ്ററിന്റെ അടുത്ത് പറയാനായിട്ട് നിങ്ങൾ പറ. ഞാൻ ആരെടുത്ത് വേണമെങ്കിലും പറയാം. എനിക്ക് അങ്ങനെ പറഞ്ഞോ. എന്തായാലും പഠിച്ചിട്ടൊക്കെ വന്നതല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ. I'm a huge fan of yours. Could you give me an autograph? Yes. But on a marriage certificate. റെസ്പോണ്ട് ചെയ്യല്ലേ? ഒന്ന് റേറ്റ് ചെയ്യാം ഔട്ട് ഓഫ് 5. 0.5. 1 4. എന്നാ അത് ഇവിടെ വേറെ പറയാം. സജിൻ ചേട്ടനോട് പറ. എന്നോട് വേണ്ട. Feel my shirt and can you guess the material? ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ക്ലോത്ത് പിടിച്ചു നോക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമായിരുന്നു ഇങ്ങനെ. നശിപ്പിച്ച് എന്ത് ദുഷ്ടമാണ്. അവന് മാത്രം പിക്കപ്പ് ലൈൻ ഇല്ല, ഞാൻ മറന്നുപോയി. ഞാൻ അതൊക്കെ മറന്നു. കൊറേ നാളായില്ലേ ടച്ച് വിട്ടുപോയി. ഇത് എഴുതി വെച്ച് പറയുന്നയാ. എന്റെ മോണിറ്ററിന് മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും. അല്ല, ചിലതൊക്കെ വരും, ചിലതൊക്കെ. പക്ഷെ എന്നാൽ എന്റെ പിക്കപ്പ് ലൈൻ പൊളിച്ചു കളഞ്ഞില്ലേ? അടുത്ത എല്ലാവർക്കും അറിയുന്ന സാധനം ഉദ്ദേശിച്ചത് നമ്മൾ പറയാൻ. പിക്കപ്പ് ലൈൻ ഒരു ക്ലീഷേ.
I will try to improve. ചേട്ടാ എനിക്കിത് പറഞ്ഞൊരു പരിചയമില്ല. പിന്നെ എന്തിനാ പറയുന്നത്? എന്തിനു പറയുന്നു? ഇത് പറഞ്ഞതാ. Yeah, അത് അടുത്ത question. ചില ഇത് ഇമോഷൻസ് മറക്കാനായിട്ട് നമുക്ക് കോൺഫിഡൻസിന് വേണ്ടി വെച്ചതല്ലേ? നാണക്കേട് ഇതിനുള്ളത് ഞാൻ പിന്നെ തരാം. ഓക്കെ, കമ്മിങ് ടു യു. നല്ല അടിപൊളി വില്ലനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് നിങ്ങളെ ഡ്രാഗ് ചെയ്യുന്ന ഒരു സീനായിരുന്നു തോന്നുന്നു, ഫാഫയുടെ ഇതിന്. അപ്പം ഇത് ഒപ്പം അഭിനയിക്കുമ്പോ ഏത് സീനിന് ഏറ്റവും കൈയടി കിട്ടുന്നതാണ് പേഴ്സണലി കുട്ടിക്ക് തോന്നിയത്? കുട്ടി ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിട്ടുള്ളത് അമ്പേട്ടൻ കഴുത്തി പിടിച്ച് കൊണ്ടുപോകുമ്പോഴാണ്. മൊത്തത്തില് സിനിമയില് സിനിമയില്. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൈയടി കിട്ടിയിട്ടുള്ള ഭാഗങ്ങളൊന്നും ഇൻട്രോയ്ക്ക് ഉണ്ടായിരുന്നു. കുട്ടിയുടെ ഇൻട്രോ അല്ല നമുക്ക് ഫീൽ ചെയ്ത കുറെ പോർഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവന്റെ ഇൻട്രോ ആയാലും പിന്നെ അതിനുശേഷം രണ്ടാമത് ഹോസ്റ്റലിൽ വരുന്നതായാലും എല്ലാം ഭയങ്കര ഈ കടട ഇനി ഊരുന്നുണ്ടായിരുന്നു. നല്ലായിരുന്നു. നിങ്ങൾ എന്നെ വട്ടത്തിലിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നത് ഇല്ല, ഒരിക്കലും ഇതിപ്പോ ആരോടാ ചോദിക്കുന്നത് അറിയാൻ പറ്റില്ല. അമ്മ ചേട്ടൻ ഇതിനകത്ത് ആക്ച്വലി സ്റ്റണ്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും സ്റ്റണ്ട് കാണിക്കാൻ നമ്മൾ ഫസ്റ്റ് ടൈം കാണാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പടത്തില്. അതിന് മുന്നേ ചെയ്ത പടങ്ങളിലൊക്കെ ചെറിയ സ്ട്രഗ്ലിംഗ് പരിപാടിയൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റണ്ട് ചെയ്യണത് ഇതിലാണ്. നമ്മൾ ട്രെയിൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അല്ലേ, ഒരു മൂപ്പർക്ക് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസം മൂപ്പർ തന്നെ ഷെയർ ചെയ്തിട്ട് ഒരു മീം ഞാൻ കണ്ടതാണ്. ഇങ്ങനെ നെഞ്ച് പിളർന്ന് നോക്കുമ്പോ ഉള്ളില് ഇവിടെ നമ്മുടെ രംഗയുടെ എനിക്കത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് ഒരു പടമല്ലേ ഹനുമാൻ ഇങ്ങനെ നെഞ്ചു ഉള്ളില് തോന്നിയല്ലേ? അതുപോലെ തോന്നിയത് അത് ഹനുമാൻ വലിച്ചീറുമ്പോ അവതാരാണ് ശ്രീരാമൻ അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു സംഭവം ഒരു കൾട്ടായിട്ട് വരണ പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? സ്വന്തമായിട്ട് എങ്ങനെയാണ് മാൻ നമുക്ക് തോന്നിയത് നമ്മള് നമ്മുടെ പടത്തിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് മോശമല്ലേ? നിങ്ങൾ തന്നെ ഞങ്ങളെ എടുത്തിട്ട് അല്ലേ കണ്ടോ? പറഞ്ഞത് കണ്ടോ? പറഞ്ഞത് കണ്ടാലും ഞെട്ടും. ഇപ്പൊ ഓരോ റെസ്പോൺസ് വരുമ്പോ വർക്കാണെന്നുള്ള സാധനമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കൾട്ട് അതൊന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ പടം കൾട്ടാണ്, അതായിരിക്കും. ലൈക്ക് ഇവരുടെ ഈ ഒരു കോംബോ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഫസ്റ്റ് ടൈം അഭിനയിക്കുകയാണെന്ന്, അതായത് നിങ്ങള് ഈ 4 പേര് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ആക്ച്വലി ഇവരൊക്കെ ലൈക്ക് പിക്ക് ചെയ്തെടുത്തത് റീൽസിൽ നിന്നും അല്ലെ, യൂട്യൂബിൽ നിന്നും ഒക്കെയാണ്. അപ്പം ആ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു ചേട്ടാ? 17 റീൽസിൽ നിന്നൊക്കെ തന്നെയാണ്. അതായത് 10-24 പേരെ സെലക്ട് ചെയ്ത് അവരെ ഓഡിഷൻ ചെയ്തെടുക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ മിത്തു, നിനക്ക് എന്താണ് തോന്നുന്നത് സിനിമയിൽ അഭിനയിച്ചപ്പോ സിനിമ എത്ര ഹിറ്റ് ആയിരിക്കും? അത് ഫ്രഷ് അല്ല, സിനിമ ജിത്തു ചേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അങ്ങനെ ഒരു നല്ല സിനിമ ആയില്ലോ. എന്താ ബാക്കി പറഞ്ഞേ? ഇല്ല, നല്ലൊരു സിനിമയാവുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. അതെന്തായാലും സത്യമായി. സന്തോഷം. What do you feel of Mr. Hipster? ഇപ്പൊ ഇത്രയും സിനിമ ആയിട്ട് നിൽക്കുകയാണ്, ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ സിനിമ ഇത്ര ഹിറ്റ് ആയി നിൽക്കുകയാണ്, ഫാഫയുടെ ഒപ്പം ഒരു റോള് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം പഴയമാതിരി സ്ട്രീമിംഗിലേക്കൊക്കെ വരുമോ അതോ ഇനി സിനിമയിലേക്ക്? 17ാമത്തെ കണ്ടിന്യൂ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ഉത്തരം മാറ്റി പിടിക്കണം, അല്ലെങ്കിലാണ് മറ്റേ കറക്റ്റ് ആയിട്ട് 17 തന്നെ അടിക്കുന്നത്. സിനിമയിൽ ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണോ അതോ എന്താ? അല്ല, നീ സ്ട്രീമിംഗിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ അതോ സിനിമ തന്നെയാണോ? അല്ല, സിനിമ തന്നെ സീരിയസ് ആയിട്ട് നോക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അത് ബാക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ച് തിരിച്ച് പോകുന്നതിൽ ഞാൻ പിന്നെ ഇത് ചെയ്തതിൽ ഒരർത്ഥം ഇല്ലാതാവും. ഇപ്പോൾ ഞാൻ എന്തോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ഇൻട്രസ്റ്റോടെ പഠിക്കുന്ന ഒരു കാര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു മടുപ്പുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് മൊത്തത്തിൽ. പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിൽ ഇത്രയും വെച്ച് നീട്ടിയിട്ട് പിന്നെ ഞാൻ പിന്നെ വീണ്ടും തിരിച്ചു പോകുന്നതിൽ ഒരർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിൽ എന്ന് എനിക്ക് തോന്നി, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു.
അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. അടിപൊളി, എന്തായാലും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് സ്ട്രീമിങ്ങും ഇഷ്ടമാണ്. ഇപ്പൊ അതേ ആരാധകർ തന്നെ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫാൻ ബേസ് ഭയങ്കരമായിട്ട് ഫിലിമിനെ ഗുണം ചെയ്തിട്ടില്ലേ? റോഷന്റെ മറ്റേ മറഡോണയുടെ അച്ഛന്റെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ട്രോളൊക്കെ. അപ്പം അതിനകത്ത് ആ ഒരു ഹ്യൂമർ പിടിച്ചിട്ട് ഇനിയിപ്പം മൂവിയിലും അങ്ങനത്തെ കുറെ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാനാണോ താല്പര്യം? അങ്ങനല്ല, നല്ല കഥാപാത്രങ്ങള് ചൂസ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ വരുന്നത് പോലെ എന്ത് വരുന്നോ അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പിന്നെ അതൊക്കെ മുമ്പ് ചെയ്തിരുന്ന ട്രോൾ അത് ഞാനല്ല കേട്ടോ ചെയ്തത്, അത് ഒരാൾ ചെയ്തതിൽ ഞാൻ അഭിനയിച്ചെന്നേ ഉള്ളൂ. അതുൽ സജീവിന്റെ ചാനലിൽ അവൻ ചെയ്ത വീഡിയോയിൽ ഞാൻ അഭിനയിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ ടാർഗറ്റ് ചെയ്ത് ട്രോൾ ചെയ്തതല്ല. ഞാൻ അതെ സന്തോഷം. ലൈക്ക് നിങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും രംഗക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് ബിബി എന്നുള്ള കഥാപാത്രത്തിനോടാണ്. അപ്പം എങ്ങനെയാണ് സിനിമ കണ്ടു ഇങ്ങനെ ഫഹദ്ക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും പറ്റിയിരുന്നോ? ഫഹദ്ക്ക നല്ലതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ് ഫഹദ്ക്ക പറഞ്ഞായിരുന്നു, അഭിപ്രായം പറഞ്ഞായിരുന്നു, നല്ലതെന്ന് പറഞ്ഞായിരുന്നു. അതിലും ഒരുപാട് സന്തോഷം. ബിബി ഹാപ്പിയാണോ? പിന്നെ ബിബി ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെ വേണ്ടത്. കൊള്ളാം, അടിപൊളി. അപ്പം എന്തായാലും സിനിമ നല്ല ആവേശത്തോടു കൂടിയിട്ട് തിയേറ്റേഴ്സിൽ ഇങ്ങനെ പോട്ടെ. ബൈ ദ വൈ, ജിത്തു ചേട്ടാ, സിനിമയിലെ നായകന്മാര് രോമാഞ്ചത്തിലുണ്ടായിരുന്നില്ല, ഇതിലുണ്ടായിരുന്നില്ല? എന്തായാലും പറഞ്ഞേക്കാം. ഞാൻ ഒരു സിനിമ എഴുതുമ്പോൾ അതില് ഒരു നായകൻ വേണം അല്ലെങ്കിൽ ഒരു വില്ലൻ വേണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല എഴുതുന്നത്. നമ്മളൊരു കഥയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെയാണ്. ഞാൻ ഓർഡർ മാറ്റിയ ശ്രദ്ധിക്കുന്നില്ല. അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല എഴുതുന്നത്. അപ്പൊ നമ്മ കഥയ്ക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ എഴുതുക. അപ്പൊ ആവശ്യമില്ലാത്ത ഒന്നും ഉൾപ്പെടുത്തരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവി പടങ്ങളിൽ അത് സെയിം ആയിരിക്കും. ഭാവി പടങ്ങളിൽ നായകൻ വേണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ ആവശ്യമുള്ള അങ്ങനെ നായക പ്രാധാന്യമുള്ള കഥകൾ വരുമ്പോൾ അതിൽ നായകന്മാരുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓഡിഷൻ തരാം കേട്ടോ, നായിക വേണ്ടപ്പോ. അതിനാണ് കണ്ണാടി വെച്ചേ. കരയുന്നത് കാണാണ്ടിരിക്കാനാ. ഓക്കെ, എന്റെ ഷോയുടെ പേര് ഓൺ എയർ വിത്ത് മീനാക്ഷി എന്നാണ്. മീനാക്ഷി ആവേശത്തിന് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടട്ടെ. ഞാൻ പോയിട്ട് സന്തോഷം. നന്ദി, നമസ്കാരം.